കാരാപ്പുഴ ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോ ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 2 കേട്ടോ. ഞങ്ങൾ മറ്റേ ഇടക്കൽ ഗുഹ എന്ന് ഇറങ്ങിയങ്ങാണ്ട് ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊണാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ അതാ ഓരോ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്, ഉപ്പേരികളും അച്ചാറും ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് കാരാപ്പുഴ ഡാം കാണാൻ പോവാറുങ്ങാണ്ട് ഇവിടുന്ന് ചോറ് കഴിക്കണം. ഇപ്പം ഞങ്ങൾ എടക്കൽ ഗുഹ കഴിഞ്ഞങ്ങാണ്ട് ഇറങ്ങി വരുമ്പോൾ സമയം 2:30-3 മണിയൊക്കെ അയക്കണം കേട്ടോ. 3 മണിൻ്റെ ഒക്കെ അടുത്തെത്താനയക്കണം. അപ്പം നമുക്ക് ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാറുങ്ങാണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ചോറ് കഴിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ പോകുന്ന മറ്റേ കാരാപ്പുഴ ഡാമിൻ്റെ അടുത്ത് എത്താനയക്കണം കേട്ടോ. ഇതൊക്കെ അവിടേക്ക് ഇങ്ങനെ എത്താനയക്കണമെന്നില്ല, അവിടേക്ക് ഏകദേശമൊക്കെ എത്താനയക്കണേ. പിന്നെ ഞങ്ങൾ വഴിയും ശരിക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചതാ അവിടെ നിന്നാണ് തോന്നുന്നത് മറ്റേ സിപ്പ് ലൈനിലേക്ക് കയറാനുള്ള എൻട്രി അവിടെ നിന്നാണ് തോന്നുന്നത് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ അവിടേക്ക് ഇങ്ങനെ വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകണുണ്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയാണ് ഡാമിൻ്റെ അവിടേക്ക് എത്തിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണും നമ്മൾ പോണ വഴിക്കുന്ന്. പിന്നെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ പിന്നെ എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്. നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ, നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ റോഡുള്ളൂ കുറച്ച് മോശം, അല്ലാതൊക്കെ സൂപ്പറാണ്. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. കാരണം ഇങ്ങനെ ടൂറിസ്റ്റുകാരൊക്കെ ഇങ്ങനെ വരില്ല, അങ്ങനെ ആവേണ്ടേക്കാരം റോഡൊക്കെ ഇങ്ങനെ ആയത്, എന്താ അറിയില്ല. അപ്പം എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ. ആകെ ചെറിയൊരു റോഡാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു അരുവിൽ പാർക്ക് ചെയ്തെങ്ങാണ്ട് കുറച്ചങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നടന്നുങ്ങാണ്ട് ഇപ്പം നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലേക്ക് എത്തിയാണ്. ഇപ്പം നിറച്ച് ജനങ്ങളുണ്ട്. നിറച്ചെന്ന് പറഞ്ഞാൽ പോരാ, ഒന്നേറെ ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ്ട് ഇപ്പം ഇങ്ങനെ പോയി കാണാൻ വേണ്ടിയാണ്ട് നല്ല പ്രതീക്ഷയിലാണല്ലോ എല്ലായിടത്തേക്കും വരുന്നത്. അതേപോലെ കാരാപ്പുഴ ഡാമും പ്രതീക്ഷ വെച്ച് കണ്ടാണ് കേട്ടോ വന്നിക്കണത്. അപ്പോൾ അത് നല്ല തിരക്ക് ഇവിടെ. ഇതേപോലെ ഞങ്ങൾ പിന്നെ 3:30-4 മണിയൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ഇവിടെ എത്തുമ്പോൾ 4 മണി 3:30-3:45 കഴിക്കണം എന്തായാലും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ പുല്ലിലും തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിങ്ങാണ്ട് കാണട്ടെ. നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ കണ്ട്, പിന്നെ കൂടുതലായിട്ട് ഈ പാർക്കിലുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ്ട് അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ കുറേ ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. പിന്നെ ഡാമിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയി, എന്തായാലും നിങ്ങൾ കാണി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേറെ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ ഉദരണതല്ലേ എന്ത് സംഭവം എനിക്കറിയില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയതാണ്. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനല്ലാതെ ഊഞ്ഞാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ, പിന്നെ അതേപോലെ ഇതിലോളെ കയറ്റിട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതാണ് സംഭവം ഇഷ്ടപ്പെട്ടത്. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് കയറ്റിയിട്ട് പിന്നെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാറുണ്ട്. അങ്ങനെ നടന്നു കേട്ടോ. അതെ അതെ
ഇവിടെ എന്താണ് തിരക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ മറ്റേ സിപ്പ് ലൈനിൻ്റെ ഇത് അങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടു നിന്നു. ഞങ്ങളതിലും കയറിയിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് പിന്നെ പോകാം വിചാരിച്ചു. കാരണം എന്തോ ഒന്നിലും അപ്പോൾ പിന്നെ ഞങ്ങളതിലും കയറാൻ നിന്നില്ല. ഇവിടെ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചുറ്റി കണ്ടുങ്ങാണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ സിപ്പ് ലൈനിൽ ആള് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നതാണ് കേട്ടോ. രണ്ടാൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നങ്ങാണ്ട് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിയുന്നു കേട്ടോ. നിറച്ച് ചെടികളും അങ്ങനെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ ഡാമിൻ്റെ അങ്ങോട്ട് കയറാറുങ്ങാണ്ട് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കാണുകയാണ് കേട്ടോ. The floors bend beneath me. Crazy how it's easy to see. Nah, I let it move and control me. Gone with the stars, don't even try to get me back for the night. I feel love like Donna. Do what I want all summer. Fly like a star. Never fall back down, down, down. I see the donut. Don't I feel love? 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 Yeah. Make it break through the ceiling. Can't you see I'm willing to let it go? Yeah, nah. I let it move and control me. Gone with the stars, don't even try to get me back for the night. Why don't I feel love? Don't I feel love? Don't I feel love? Don't I feel love? Why don't I feel love? Don't I feel love? Don't I feel love? Don't I feel love? Yeah. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരിക്കും, നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വൈക്കടവ് നിന്നാണ് കേട്ടോ. ഞങ്ങൾ വൈക്കടവ് എന്നല്ല, എടക്കരന്നാണ് കേട്ടോ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ. പിന്നെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ 2 സ്ഥലങ്ങളിലുള്ളൂ കേട്ടോ ഞങ്ങൾ പോയിട്ട്. കാരണം കൂടുതൽ ശരിക്കും വഴി അറിയാതെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്കൊന്നും പോവാൻ ഞങ്ങൾക്ക് കൂടിയിട്ടില്ല. അതുകൊണ്ട് ഈ 2 സ്ഥലത്തേക്ക് മാത്രം ഞങ്ങൾ പോകുന്നങ്ങാണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരു
8 മണി ഒക്കെ ആയപ്പോഴാണ് 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എന്താ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്, ഇടയ്ക്കിടയ്ക്ക് എത്തിയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അൽഫാമും മന്തിയൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിക്കാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.